തോമസിനെ എല്ലാവർക്കും അറിയായിരിക്കല്ലോ. ആക്ടറാണ്, ഒരു എക്സ് ക്യാബിൻ ക്രൂ ആയിരുന്നു. ഇപ്പം ഫുൾ ടൈം കോണ്ടന്റ് ക്രിയേറ്ററാണ്. വലിയ വലിയ കോസ്മെറ്റിക് ബ്രാൻഡുകളുടെ പെയ്ഡ് പ്രൊമോഷനാണ് ഇപ്പം പൊതുവെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേര് ഫോളോ ചെയ്യുന്ന, അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് ഉള്ള ഒരു ബ്യൂട്ടി വ്ളോഗർ തന്നെയാണ് അപർണ. ആദ്യം ഒരു വീഡിയോ കണ്ടിട്ട് തുടങ്ങും. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പം നമുക്ക് ആ വീഡിയോ കാണാം. Without fixing your skin barrier, it's just not going to happen. But you know what? I don't believe in quitting. Our skin is resilient, okay? We just need to treat it right. And this is something I found very recently, the new Pond's Biome Gel. It works on your skin barrier by balancing your skin's microbiome, basically the first line of skin's defense. This has Serrahymino, so skin feels hydrated of skin's defense. ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ആ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച ക്രീം ആദ്യം എടുത്ത് കൈ തേച്ചിട്ട് എന്നിട്ടാണ് മുഖത്ത് അപ്ലൈ ചെയ്യുന്നത്. ആ മുഖത്ത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ വ്യക്തമായി തന്നെ മനസ്സിലാവും എത്രമാത്രം പൊട്ടിയടിച്ച് അതിൻ്റെ മുകളിലാണ് ഈ ക്രീം വാരി തേക്കുന്നത് എന്ന്. അപർണ ഒരു ക്രീം പോലും, ഈ പ്രൊമോഷൻ്റെ ഒറ്റ ക്രീം പോലും ഡയറക്റ്റായിട്ട് അപർണ മുഖത്ത് അപ്ലൈ ചെയ്യുന്നില്ല. എന്തൊരു സത്യസന്ധയ അല്ലേ! ബാക്കിയുള്ളവരെ പറ്റിക്കുന്നത് എങ്ങനെയൊക്കെ നോക്കണം. ഈ വീഡിയോയിൽ അപർണ പ്രൈമർ ഉൾപ്പെടെ സകലമാന മേക്കപ്പ് സാധനങ്ങളും, ഹൈലൈറ്റർ, സൺസ്ക്രീൻ, അങ്ങനെ വേണ്ട എല്ലാ സാധനങ്ങളും മുഖത്ത് അപ്ലൈ ചെയ്തിരിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണാം. ആ വീഡിയോയിൽ നമുക്ക് എന്തുകൊണ്ടാണ് മേക്കപ്പ് ചെയ്തതായിട്ട് മനസ്സിലാവാത്തത് എന്ന് വെച്ചാൽ, അപർണ ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല. ലിപ്സ്റ്റിക്കിന് പകരം ലിപ് ടിൻഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഒരു മേക്കപ്പും അപ്ലൈ ചെയ്യാണ്ട് ഒരു ലിപ്സ്റ്റിക്ക് മാത്രം യൂസ് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാർ വിചാരിക്കും നമ്മൾ ഭയങ്കര പൊട്ടിയാണ് എന്നാണ് ആൾക്കാർ വിചാരിക്കും. നേരെ മറിച്ച് ഫുൾ മേക്കപ്പും ചെയ്ത് ലിപ്സ്റ്റിക്ക് മാത്രം നമ്മൾ ഇട്ടില്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കും ഇതെന്തെന്നാ ഈ കാട്ടിക്കൂട്ടിയിരിക്കുന്ന ഇവളെ മുഖത്ത് എന്ന് വിചാരിക്കും. അതാണ് ഇവിടെ അപർണ ഉപയോഗിച്ച ടെക്നിക്ക് എന്ന് പറയുന്നത്. മുഖത്തിൻ്റെ ഭംഗി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു പങ്ക് തന്നെ ലിപ്സ്റ്റിക്കിനുണ്ട്. നമ്മൾ ഒരു മേക്കപ്പും ചെയ്യാണ്ട് പുറത്തേക്ക് ഒരു ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ആൾക്കാർ ചിന്തിക്കുന്നത് നമ്മൾ ഭയങ്കര പുട്ടിയാണെന്നായിരിക്കും. ആ സെയിം ടെക്നിക്കാണ് അപർണ ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ മറിച്ച് ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ടിട്ട് ഈ വീഡിയോ എടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവില്ലായിരുന്നു. അതീവ ബുദ്ധിയുള്ള ഒരു ബ്യൂട്ടി വ്ളോഗർ തന്നെയാണ് അപർണ തോമസ്. എല്ലാ മേക്കപ്പ് പ്രൊഡക്റ്റിനെയും പറ്റി അത്രയും നന്നായിട്ട് അറിയാവുന്ന ഒരാൾ തന്നെയാണല്ലോ. പുള്ളിക്കാർ വിചാരിക്കുന്നുണ്ടാവും താൻ ഉപയോഗിക്കുന്ന ഈ ക്രീം ആരെങ്കിലുമൊക്കെ വാങ്ങി എന്തെങ്കിലുമൊക്കെ ആവട്ടെ, എനിക്കിപ്പോൾ എന്താ എന്നുള്ള ചിന്തയായിരിക്കും അപർണ തോമസിന്. എനിക്ക് അതിനുള്ള പേയ്മെൻറ്റ് എന്തായാലും എൻ്റെ അക്കൗണ്ടിൽ കയറുന്നുണ്ട്, പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം ഞാൻ ചിന്തിക്കേണ്ട ആവശ്യം ഇല്ല എന്നായിരിക്കും അപർണ തോമസ് ചിന്തിക്കുന്നത്. അപർണയ്ക്ക് എന്തായാലും ഈ ക്രീം ഉപയോഗിക്കാൻ പറ്റില്ല എന്നതിനെ പറ്റി അപർണയ്ക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത്രയും മുഖത്ത് പൊട്ടി അടിച്ചതിൻ്റെ മുകളിലായിട്ട് ഈ ക്രീം കൊണ്ടുപോയി തേക്കുന്നത്. എന്നൊക്കെ പറഞ്ഞാൽ ഒരു കവറേജാണ്. അതിൻ്റെ മുകളിൽ ഫൗണ്ടേഷനും സൺസ്ക്രീനും മോയ്സ്ചറൈസറും എല്ലാം തേച്ച് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ മാത്രമാണ് ഈ ക്രീം തേക്കുന്നത്. എന്നിട്ട് സാധാരണക്കാരെ പറഞ്ഞ് പറ്റിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു സ്കാമാണ്. വളരെ ഫേക്കായിട്ടുള്ള ഇൻഫോർമേഷൻ സാധാരണക്കാരിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇത് സാധാരണക്കാരായ ആൾക്കാർ വാങ്ങി തേക്കുമ്പോൾ ഏതൊരു സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അവരെ ഫേസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇതുപോലുള്ള ഓരോന്ന് വാങ്ങി തേച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് വെളുക്കാൻ തേച്ചത് പാണ്ടാവും. പിന്നെ എത്ര കാലം നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്താലും എത്രത്തോളം ഈ വന്നിട്ടുള്ള പാടുകളും ഇതൊക്കെ എത്രത്തോളം പോകുമെന്ന് നമുക്ക് പറയാൻ പോലും പറ്റില്ല. എനിക്ക് വീണ്ടും ഒരു കാര്യം പറയാനുള്ളൂ. നിങ്ങൾ ഇതുപോലുള്ള ക്രീമൊക്കെ വാങ്ങി യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് അവർ സജസ്റ്റ് ചെയ്യുന്ന ക്രീം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്.